ഹായ് ഗൈസ്, ഹായ് ഗൈസ്, ഞങ്ങൾ ബീച്ചിൽ പോവാ. ബീച്ചാണ് ശ്രീകുട്ടി ചേച്ചിയാണ്. ഹരിക്കുട്ടി തോ ഹായ് പറ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ എങ്ങനെയാ? എൻ്റെ എക്സാം തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സൊന്ന് ശാന്തി സമാധാനം ആവില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ആളെ കൂടെ പഠിക്കും. പിന്നെ കുറച്ച് വ്ളോഗും വീഡിയോസൊക്കെ എടുക്കണം. അപ്പം ശരി, അപ്പം നമുക്ക് ഒരു കൂട്ടുകാരി കൂടെ കൂട്ടാനുണ്ട്. അവളെ കൂടെ കൂട്ടിയിട്ട് പോകാം. തോണ്ട് വരുന്ന രണ്ടെണ്ണം. അമ്മു അക്കച്ചി പുറകിലുണ്ട്. അവരിതാ പോവാണ്. നമ്മളെ ഫ്രണ്ടിൽ അവർ പോവാ. കാരണം ഇവരെ പുറകെ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ വിട്ടേക്കുന്നത്. ഹരിക്കുട്ടി ഇപ്പം വന്ന് വലിയ പ്രോ ഡ്രൈവറാണ്. നമ്മൾ പതിയെ പോത്തോളൂ. നമ്മളിപ്പം കൊച്ചെഴുകെട്ടി പാലം കയറുക. ഇനി ഇത് കയറി അപ്പുറം ഇറങ്ങിയാൽ നമ്മൾ ഗൈസ്, നമ്മൾ ബീച്ചിലെത്തി. കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇവിടെ എത്തി. ഇപ്പം പാലം കയറും. അപ്പം നമുക്ക് കാണാം. അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ലൈറ്റ് ഹൗസ്. നമ്മളിപ്പം പാലത്തിൻ്റെ ഇങ്ങറ്റം ആയതേ ഉള്ളൂ. ഇനിയൊക്കെ കിടക്കുന്നു. പറപ്പിച്ച് വിടും മാമ, പറപ്പിക്കുക മാമ, പറപ്പിക്കുക. ഇന്നിവിടെ വലിയ തിരക്കില്ല ഗൈസ്. മറ്റേത് അങ്ങനെ അല്ല. സൺഡേ അല്ലല്ലോ. എന്നാലും ഈ ഒരു സമയമൊക്കെ ആവുമ്പോൾ മുക്കിന് മൂലൊക്കെ എല്ലാം ഓരോ തൂണേരെ എവിടെയെങ്കിലും ഒക്കെ കാണേണ്ട കാര്യങ്ങൾ. ഗൈസ്, നമ്മൾ എത്തി. ഹരിക്കുടി ഇങ്ങനെ വാ. എനിക്ക് അങ്ങോട്ട് എത്താൻ വയ്യ, കൈവേദന എടുക്കും. ബോലോ. നമ്മളെത്തി ഗൈസ്. ഞാൻ പറഞ്ഞു എവിടെ? ഏത് ബീച്ച്? അഴീക്കൽ ബീച്ച്. അമ്മോ, നമ്മൾ എന്തിനു വന്നു? ഗൈസ് ഇവിടെ ഉത്സവമാണ്. ഉത്സവം ഗൈസ്, നമ്മളിവിടെ വന്നപ്പോൾ ഉത്സവം നടക്കുവാണ്. ഏകാന്തതയിൽ നടക്കുന്നു. മന്ദര പുളകതയായിട്ട് അറിയത്തില്ല. ഗൈസ്, കയറിയിട്ട് ഷോ കാണിക്കാൻ തിരിച്ചിറങ്ങി വരുവാണ്. വന്നോ, എടുക്കുക. ഷോ 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 ഷോ. അമ്മു എൻഗേജ്ഡ് ആയി. എട്ടായി. ഇതിനൊക്കെ വീട്ടിൽ വെച്ചാൽ മതിയായിരുന്നു. റീൽ എടുക്കാൻ പോവാണ്. ഇനി അതിനൊരു 1/4 മണിക്കൂർ ഇവിടെ കളയും. കാരണം പഠിച്ചിട്ടില്ല. പട്ടം
അങ്ങ് പിടിച്ചു പൊട്ടിക്കായിരുന്നു. അതാണ് പട്ടം. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ കൈറ്റ് എന്ന് പറയും. ഹിന്ദിയിൽ എനിക്കറിയത്തില്ല. അമ്മു ഈസ് വെരി വെരി ബിസി. ഷീ ഈസ് എ ബിസി ഗേൾ. ഇത്ര നേരം കടല് പേടിയ. റീലെടുത്തു. നമ്മുടെ മാസ്റ്റർ പറയാൻ പോവാണ് യുക്തിപരമായിട്ട്. പറയൂ മാസ്റ്റർ. വളരെ നല്ല മികച്ച ഒരു അതല്ല നിന്റെ പുതിയ ഐഡിയ പറയാൻ. നടക്കുന്ന കാര്യം ഇനി നമ്മൾ ബീച്ചിൽ കൂടെ നടക്കുന്ന ഒരു അല്ല ഫോൺ എടുക്കും. വ്ലോഗ് നീ എടുക്കും. വ്ലോഗ് എടുക്കണം. കുട്ടി എനിക്ക് പേടി കണ്ടോ. ഓക്കെ ഗൈസ്, എന്റെ കുണ്ടി നനഞ്ഞു, ശ്രീകുട്ടിയുടെ കുണ്ടി നനഞ്ഞു, അമ്മുവിന്റെ കുണ്ടി നനഞ്ഞു, ഹരിക്കുട്ടിയുടെ കുണ്ടി നനഞ്ഞു, എല്ലാവരുടെയും കുണ്ടി നനഞ്ഞു. വെള്ളം പാഴാക്കല്ലോ. ഇങ്ങൊന്നുമില്ല പഴാത്തതും. ഉപ്പുണ്ട് പോ ഗോമേ. അമ്മു താഴത്ത് നോക്കി കിടക്കണേ. ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. ഇവിടെ എന്താ സംഭവം? അവിടെ അല്ലേ, ഇവിടെ ബീച്ചിൽ നല്ല തിരക്കുണ്ട്. അങ്ങും ഇനിയും 2-3 ആൾക്കാർ. ഗൈസ്, കാലയിൽ മണ്ണ് പോകാൻ വേണ്ടി ഒരു തണുത്ത വെള്ളമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു താൻ വരുവാണ്. താനങ്ങനല്ലല്ലോ. ഇവിടെ അത്രയ്ക്ക് എത്ര ഉള്ളതെന്ന്. അത്രയ്ക്കേ ഉള്ളു. അത്രയ്ക്കേ ഉള്ളു. സത്യവാടി. നമ്മുടെ കൂടെ വന്ന് 2 പേരെ കാണുന്നില്ല. അനൗൺസ്മെന്റ് ചെയ്യും. കണ്ടല്ലൂരിൽ നിന്ന് വന്നേ അമ്മൂനെയും ഹരിക്കുട്ടിയെയും കാണാനില്ല. കണ്ടുകിട്ടുന്നവർ എത്രയും പെട്ടെന്ന് വെജിക്കടയുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതാണ്. കാണാതെ പോയ 2 പേരെ കണ്ടു കിട്ടിയിരിക്കുന്നു. ശ്രീകുട്ടി അനൗൺസ് ചെയ്യും. നമ്മൾ നേരത്തെ അനൗൺസ്മെന്റ് ചെയ്ത 2 പേര് തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, ഒരു അമ്മാവനാണ് ഇപ്പൊ കൊണ്ടുവിട്ടിട്ട് പോയത്. ഹരിക്കുട്ടി കൈ കാണിച്ചേ. അമ്മാവൻ മണ്ണി കളിക്കുമായിരുന്നു. കണ്ടോ കണ്ടോ, ബ്രൂട്ടീഷൻ ഞാൻ ചെയ്യാറില്ല. ചെറുപ്പം മുതൽ കാരണവന്മാരായിട്ട് തന്നിട്ടുള്ള സൗന്ദര്യവും കോലവും ഉണ്ട്. അമ്മ കാപ്പാത്തിക്കോ. വെള്ളത്തിന് നോവും. വെള്ളം തീർന്നതാണ്. വെള്ളം മാത്രം മേടിച്ചെത്ത ഫോട്ടോ ആണ് എടുക്കുന്നത്. സൈഡ് സൈഡ് ഫേസ് മാത്രം
എടുക്കണമൊക്കെ തോന്നിയല്ലോ. ഒരു ഫോട്ടോ എടുക്കണം. ഇങ്ങനെ വിളിക്കുന്ന കണ്ടു. ആണോ അങ്ങനെ തരാം. വേറെ ഏതാ കോൾഡ് കോഫി ഉണ്ടോ? ഡയറി മിൽക്ക്. നീ എന്താ പോവായിരുന്നു? ഞാൻ പറഞ്ഞ കുടുംബക്കാർ പോലെ ഞാൻ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ബീച്ചിൽ വന്ന് പറ എല്ലാവരും ടാറ്റാ. ടാറ്റാ.